കേരളത്തിൽ കെടുതി വിതച്ച് കാലവർഷം തുടരുകയാണ്. പത്തനംതിട്ട കൂടലിൽ സ്കൂളിന് മുന്നിലെ വൻമരം കടപുഴകി വീണു. സ്കൂൾ സമയം അല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന തിരുവനന്തപുരം പട്ടം ഗേൾസ് സ്കൂളിന്റെ മതിൽ പൊളിഞ്ഞു വീണു. പലയിടത്തും മരം വീണ് വീടുകൾക്ക് കേടുപാടുണ്ടാവുകയും ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെടുകയും ചെയ്തു. കാലവർഷത്തോടൊപ്പം സംസ്ഥാനത്ത് മഴജന്യ രോഗങ്ങൾ കൂടുന്നതും ആശങ്ക ഉയർത്തുകയാണ്. കാലത്ത് പെയ്ത കനത്ത മഴയ്ക്കിടെ ഫോർട്ട് കൊച്ചിയിലെ ഫുഡ് കോർട്ടിന് മീതെ മരം കടപുഴകി വീണു. 5 കടകൾക്ക് മുകളിലേക്കാണ് വൻ മരം വീണത്. ആളനക്കമില്ലാത്ത സമയമായതുകൊണ്ട് അപകടം ഒഴിവായി. പത്തനംതിട്ട കൂടലിൽ സ്കൂൾ കോമ്പൗണ്ടിൽ മരം വീണത് പുലർച്ചെ ആയതുകൊണ്ട് അപകടമില്ലാതെ രക്ഷപ്പെട്ടു. കൂടൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുറ്റത്താണ് ആൽമരം കടപുഴകി വീണത്. അപകടാവസ്ഥയിൽ നിന്ന മരം മുറിച്ചു മാറ്റണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടതാണെന്നും ഫണ്ടില്ലെന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് കൈയൊഴിഞ്ഞെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു. കാരണം ഇത് വളരെ അപകടകരമായി നിൽക്കുന്ന 3-4 മരങ്ങളുണ്ട്. ആ മരങ്ങൾ വീണ് കഴിഞ്ഞാൽ സ്കൂൾ തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. 200-250 ഇഞ്ച് വണ്ണമുള്ള മരങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. തിരുവനന്തപുരം പട്ടം ഗേൾസ് സ്കൂളിന്റെ പിൻവശത്തെ ക്ലാസ് മുറിയോട് ചേർന്ന് മതിൽ പൊളിഞ്ഞു വീണു. സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം നടന്ന സ്കൂളാണിത്. ഇവിടെ ഇന്ന് വീണതിന് സമീപമുള്ള മതിലും അപകടാവസ്ഥയിലാണ്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കരമനയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. നദിയിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ല. പ്രളയ സാധ്യത മുന്നിൽ കണ്ടാൽ അധികൃതരുടെ നിർദ്ദേശമനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണം. പൊന്മുടിയടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. തൃശൂർ എരുമപ്പെട്ടിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞിരക്കുറ്റി സ്വദേശി കൃഷ്ണറാവുവിന്റെ വീട് രാത്രി 11 മണിയോടെയാണ് തകർന്നത്. മാള പുത്തൻചിക കൊമ്പത്ത് ബിന്ദുവിന്റെ വീട്ടിലെ കിണർ കനത്ത മഴയെ തുടർന്ന് ഇടിഞ്ഞിറങ്ങി. സംസ്ഥാനത്ത് പലയിടത്തും മരം വീണും വെള്ളക്കെട്ടിലും ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മഴയത്ത് റോഡിൽ വാഹനങ്ങൾ തെന്നിമാറി മറിഞ്ഞ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആളഭയമുണ്ടായില്ല. പൊന്മുടിയടക്കം പലയിടത്തും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവർഷത്തോടൊപ്പം മഴജന്യ രോഗങ്ങളും വർദ്ധിക്കുന്നതിൽ ആശങ്ക ഉയരുന്നുണ്ട്. എറണാകുളം ആലുവയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് കടുങ്ങല്ലൂർ സ്വദേശി മുരളീധരൻ മരിച്ചു. സംസ്ഥാനത്ത് 126 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.